കേരള കോൺഗ്രസ് എം വോട്ട് മാറി ചെയ്തതാണ് ജില്ലയിൽ സിപിഎമ്മിന്റെ പ്രധാന സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമെന്ന സിപിഎം ജില്ലാ കമ്മിറ്റിയിലെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് ഇടവഴിക്കൽ പറഞ്ഞു. സിപിഎം മത്സരിച്ച ഏറ്റുമാനൂരിലും പുതുപ്പള്ളിയിലും കേരള കോൺഗ്രസ് എം ക്രോസ് വോട്ട് ചെയ്തു എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒഴികെയുള്ള അണികൾ UDFിനാണ് വോട്ട് ചെയ്തതെന്നാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തൽ. അതിരമ്പുഴ പഞ്ചായത്തിൽ ഈ ട്രെൻഡ് വ്യക്തമാണെന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDFിന് മുൻതൂക്കം ലഭിച്ച പഞ്ചായത്താണ് അതിരമ്പുഴയെന്ന് ജോസ് ഇടവഴിക്കൽ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അത്തരത്തിൽ ഒരു വിമർശനം ഉയരുകയുണ്ടായി. CPMന്റെ സ്വാധീന മേഖലകളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ പരാജയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. ആ ഒരു വലിയ കുത്തൊഴുക്ക് കേരള സംസ്ഥാനത്തുടനീളം സംഭവിച്ചു. ഏറ്റുമാനൂർ അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VN വാസവൻ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള അലംഭാവവും സംഭവിച്ചിട്ടില്ല. വളരെ ആത്മാർത്ഥമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഓരോ പ്രദേശങ്ങളിലും വളരെ ശക്തമായി പ്രവർത്തിച്ചു. കേരള കോൺഗ്രസിൻ്റെ ശാക്തിക മേഖല അല്ലാത്ത ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ പടിഞ്ഞാറൻ മേഖലകൾ, തിരുവാർപ്പ്, കുമരകം, ഐമനം, ആർപ്പൂക്കര പ്രദേശങ്ങളിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. ഒരു പഞ്ചായത്തിൽ പോലും നേട്ടമുണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ആദ്യമായി വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ നീണ്ടൂർ പഞ്ചായത്തിലെ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ എണ്ണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 1000-1400 വോട്ട് ലീഡ് കിട്ടാറുള്ള സ്ഥാനത്ത് ഇപ്രാവശ്യം അത് തിരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ടായ സാഹചര്യം എങ്ങനെ സംഭവിച്ചു എന്ന് ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ രാഷ്ട്രീയ പൈതൃകത്വം, രാഷ്ട്രീയ വഞ്ചന കാണിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കും. വളരെ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൃത്യമായി ജോലി ചെയ്ത ആളുകളാണ്. പക്ഷേ ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ജനപ്രതിനിധി പരാജയപ്പെടും എന്ന സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണ്. അത് ആ നിലയിൽ ഒരു അമിതമായ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കിടയിലുണ്ടായി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കിടയിലുണ്ടായി. ആ ഒരു വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിനെ മാത്രമായി തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ബുദ്ധിപരമായ ഒരു സമീപനം ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ, കർഷകരുടെ ഇടയിൽ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി നടത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്ന് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. വിമർശനങ്ങളെ ഞങ്ങൾ ഭയക്കുന്നില്ല. വിമർശനങ്ങൾ ആരോഗ്യകരമാകട്ടെ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. അതിനെ ജനാധിപത്യപരമായി തന്നെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്കുണ്ട്. അത് ഉൾക്കൊള്ളുകയും തിരുത്തലുകൾ എവിടെയെങ്കിലും വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട മുഴുവൻ ആളുകളും അത് തിരുത്തേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലം സമിതി ചേർന്നുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിശകലനവും വിലയിരുത്തലും അക്കാര്യത്തിൽ ആവശ്യമാണ്. അപ്പോൾ അവിടെ വെച്ച് കാര്യങ്ങൾ വിശദമായി സംസാരിക്കുവാൻ ഞങ്ങൾ തയ്യാറാകും. ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ LDF യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ വിലയിരുത്തുമെന്നും കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജോസ് ഇടവഴിക്കൽ പറഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.